പ്രിയപ്പെട്ട കലാസ്വാദകരെ, കലയുടെയും സംസ്കാരത്തിന്റെയും മണ്ണിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ വേദിയിൽ ഭാരതീയ ഇതിഹാസത്തിലെ ആത്മസമർപ്പണത്തിന്റെയും ഗുരുഭക്തിയുടെയും വികാര നിർഭരമായ ഒരു കഥാമുഹൂർത്തത്തിന് അരങ്ങുണരുകയാണ്. വയനാട് ബ്രാഞ്ച് വടകര റീജിയൻ നിങ്ങൾക്കായി വേദിയിലെത്തിക്കുന്നു പ്രണാമം പെയ്യുന്ന മനോഹരമായ ഒരു കാവ്യാനുഭവം, ഏകലവ്യ സംഗീത നൃത്തശില്പം. ഈ ദൃശ്യവിസ്മയത്തിന് സ്റ്റേജിൽ അതിമനോഹരമായ ചുവടുകളും ചലനങ്ങളും പകർന്നു നൽകി കോറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്ന സുൽത്താൻ ബത്തേരിയുടെ സ്വന്തം നാട്യവിദ്വാൻ സദാനന്ദൻ അവർകളാണ്. നിങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും ഒരേപോലെ ആനന്ദിപ്പിക്കാൻ പോകുന്ന ഈ ദൃശ്യ ശ്രാവ്യ വിരുന്നിലേക്ക് വയനാട് ബ്രാഞ്ച് വടകര റീജിയന്റെ പേരിൽ ഏവരെയും ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കലാസ്വാദനത്തിന്റെ ഒരു പുത്തൻ അനുഭൂതിയിലേക്ക് ഇതാ ഏകലവ്യം. അർജുന, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരുമില്ല. എന്റെ സിദ്ധികൾ അത്രയും നിനക്ക് ഞാൻ പകർന്നു തരും. ധനുർവിദ്യയിൽ നിന്നെ ജയിക്കാൻ ഭൂമിയിൽ മറ്റൊരു യോദ്ധാവ് ഉണ്ടാവുകയില്ല. നീ എനിക്ക് അശ്വത്ഥമാവിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിന്നേക്കാൾ മികച്ചൊരു ശിഷ്യൻ ദ്രോണർക്കിനി ഉണ്ടാവുകയില്ല. ഇത് വാക്ക്. വലം കൈ പെരുവിരലിൽ ബലം ചേർത്തു വിൽഞ്ഞാണു വലിച്ചു മുറുക്കവേ കുതിക്കുവാൻ കുതികൊള്ളും അമ്പിന്റെ വേഗവും ദിശയുമറിയണം. വില്ലാളിയുള്ളിലും വിരലിലും മിഴികളിൽ നിന്നു മറയണം ലക്ഷ്യമല്ലാതെ മറ്റൊക്കെയും. മിഴികളിൽ നിന്നു മറയണം ലക്ഷ്യമല്ലാതെ മറ്റൊക്കെയും. യുധിഷ്ഠിരൻ ഇടം കൈയിൽ ഒറ്റത്തേരും വലം കൈയിൽ മഹാവേലും ധർമ്മയുദ്ധ തന്ത്രമോതി നിന്നു ഗുരുദേവൻ. രണ്ടാം പാണ്ഡവൻ അതിബലശാലി ഭീമൻ. ഭീമൻ വൻകഥ ചുഴറ്റി ഭുജങ്ങൾ ഉയർത്തി താടിച്ചു താടിച്ചു. പുത്രപരാക്രമ പ്രഭയിൽ നിന്നു വായു വായു. മധ്യമ പാണ്ഡവൻ ഉത്തമ വീരൻ പാർത്ഥൻ. ചാരേ നിൽക്കും പലാശവൃക്ഷ കുമ്പിൽ ശരവർഷം. ഗുരുവിൻ ചിരസിൽ പൂങ്കുലകൾ ഉതിർന്നു വീഴുന്നു. മാതൃ സുതർന്ന കുലസഹദേവർ തക്ക തക്കിട്ട തോന്തോ ചുണയാർത്തു ചേരും അശ്വങ്ങളെ നിരുത്തി അവയ്ക്കു മേലേറി ആശ്രമമുറ്റം ചുറ്റി. ക്ഷത്രിയനായുധമാഭരണം ഭൂമി വാഴും
നാഴിയിൽ നിറച്ചമ്പുമായി കാട്ടുതേ തേടിയലയും നിഷാദപുത്രൻ കേട്ടു ഞാനുനി പിഴിയാൻ വിറയ്ക്കുമൊച്ച വാളിൻ തലപ്പൂ കലമ്പുമൊച്ച കേട്ടു ഞാനുലി പിഴിയാൻ വിറയ്ക്കുമൊച്ച വാളിൻ തലപ്പൂ കലമ്പുമൊച്ച ഏകലവ്യൻ പുലി പോലെ വാഞ്ഞവൻ വനവീഥി പിന്നിട്ടു ഗുരുകുലം മിഴി പാർത്തു നോക്കി നിന്നു ഏകലവ്യൻ ഏകലവ്യൻ വിസ്മയം പൂണ്ടു കണ്ടു ഗുരുദ്രോണരെ ഗുരുപ്രാപ്തി തേടി പിടഞ്ഞു ഏകലവ്യ ഹൃദയം വിസ്മയം പൂണ്ടു കണ്ടു ഗുരുദ്രോണരെ ഗുരുപ്രാപ്തി തേടി പിടഞ്ഞു ഏകലവ്യ ഹൃദയം ഉച്ചനേരം വിശ്രമത്തിനായി വൃക്ഷത്തണുപ്പിൽ ചാഞ്ഞു ഗുരുദേവൻ പാദാന്തികങ്ങളിൽ ഗുരുസേവ ചെയ്ത് വില്ലാളി വീരനാം അർജുനൻ നിൽപ്പു ഒരു കുലക്കാട്ടുപൂ കൈകളിലേന്തി ഗുരുപാദമർപ്പിച്ചു തൊഴുതേകലവ്യൻ ഒരു കുലക്കാട്ടുപൂ കൈകളിലേന്തി ഗുരുപാദമർപ്പിച്ചു തൊഴുതേകലവ്യൻ അമ്പരം എഴുന്നേറ്റു ദ്രോണർ ചോദിച്ചതാരു നീ വന്നതെന്ത് ആരാണു നീ വന്നതെന്തിന്നു നീ ഗുരു, നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകനാണ് ഞാൻ. ഏകലവ്യൻ. എന്നെയും ശിഷ്യനാക്കുവാൻ കഴിവുണ്ടാകണം. പ്രണമിച്ചു നിൽക്കും കുമാരനെ നോക്കി ചിരിയോടുര ചെയ്തു ദ്രോണർ ഇക്കാണും ഇവരൊക്കെ കുരുവംശജ ക്ഷത്രിയർ രാജകുമാര കൂട്ടത്തിലെങ്ങനെ ചേർക്കുവാൻ ഞാൻ വെറുമൊരു കാട്ടാളപുത്രനെ കൂട്ടത്തിലെങ്ങനെ ചേർക്കുവാൻ ഞാൻ വെറുമൊരു കാട്ടാളപുത്രനെ കാട്ടാളർക്ക് വിധിച്ചിട്ടുള്ളതല്ല ധനുർവിദ്യ. ചെല്ലു, വേട്ടയാടി വയർ നിറയ്ക്കാൻ പഠിക്കൂ. തിരസ്കൃതൻ വ്രണിതൻ അപമാനിതൻ അതിക്രൂതൻ തിരിഞ്ഞു പദമിടറാതെ നടന്നു ഏകലവ്യൻ. കണ്ണീരല്ല കണ്ണിൽ ദൃഢനിശ്ചയമെരിഞ്ഞു മുന്നിൽ തിരസ്കാരത്തിനഗ്നിയിൽ നിന്നു ഉണർന്നു ദ്രോണശില്പം കണ്ണുനീരിൽ കുഴച്ച്
ഇടമുറിയാതമ്പുകൾ പെയ്തു പഠിക്കും കാട്ടിൽ നായും പുരകൾ അപശബ്ദം. എടുത്തു വേഗലവ്യനം ഒരേഴെണ്ണം, തൊടുത്തു ശബ്ദഭേദി ബാണം. വീണ്ടും വനം വനാന്തരങ്ങളിലൊരു നായാട്ടി നിറഞ്ഞു കുമാരൻ, നായാട്ടു നയിച്ചൊരു ശ്വാനൻ, വായിൽ തറഞ്ഞൊരേഴും തിരികെ തിരീനനാ കണ്ടു സ്തബ്ധരായി കുരുകുമാര. ആരിതി മഹാധനുധാരി, ആരിതി മഹാധനുധാരി, പ്രാർത്ഥന സ്വസ്ഥം ഗുരുവിനെ നോക്കി. ആരാണിവൻ വില്ലാളി വീരൻ, ആരാണിവൻ വില്ലാളി വീരൻ, എന്നെയും വെല്ലുന്നവൻ, എന്നെയും വെല്ലുന്നവൻ. എന്തിതു ഗുരു തേടി വനാന്തരെ വില്ലാളി വീരനെ വെമ്പലാൽ പാണ്ഡവ. തേടി വനാന്തരെ വില്ലാളി വീരനെ വെമ്പലാൽ പാണ്ഡവ. കണ്ടു പാണ്ഡവ ആവനത്തിൽ ഏകാഗ്രമായ സ്ത്രമേയും നിഷാദനെ, ഏകാഗ്രമായ സ്ത്രമേയും നിഷാദനെ. ഏകലവ്യനല്ലേ നീ, നിഷാദനല്ലേ, എങ്ങനെ പഠിച്ചതി അത്ഭുത വിദ്യ നീ. ദ്രോണപാദം വിട്ടവൻ ചെറുചിരിയോടെ ചൂണ്ടി കാണിച്ചു ചെളിമണ്ണിൽ തീർത്ത ആചാരശില്പം. അങ്ങയെ ഗുരുവായി മനസാവരിച്ച് പഠിച്ചു ധനുർവിദ്യ, ഗുരുകൃപയാൽ ലഭിച്ചു അദ്ഭുതമീ കരവേഗം. കറുത്തുമുഖം ഗുരുവിനെ നോക്കി പാർത്ഥൻ, കറുത്തു മുഖം ഗുരുവിനെ നോക്കി പാർത്ഥൻ. അർജുന, നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരുമില്ല. എന്റെ സിദ്ധികൾ അത്രയും നിനക്ക് ഞാൻ പകർന്നു തരും. ധനുർവിദ്യയിൽ നിന്നെ ജയിക്കാൻ ഭൂമിയിൽ മറ്റൊരു യോദ്ധാവ് ഉണ്ടാവുകയില്ല. നീ എനിക്ക് അശ്വത്ഥമാവിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിന്നേക്കാൾ മികച്ചൊരു ശിഷ്യൻ ദ്രോണർക്കിനി ഉണ്ടാവുകയില്ല. ഇത് വാക്ക്. കുമാരൻ, നിനക്ക് ഞാൻ ഗുരുവെങ്കിൽ ഇപ്പോൾ തരണം ദക്ഷിണ, ഗുരുദക്ഷിണ. മണ്ണോളം താടുനമിച്ചു കാട്ടാളകുമാരൻ, കാത്തു നിൽക്കുകയാണ് ഞാൻ ഗുരുദേവൻ. പറഞ്ഞാലും എന്താണ് ദക്ഷിണയായി വേണ്ടത്? ഉയർന്നു സ്വരം പറഞ്ഞു ദ്രോണർ, വേണമെനിക്കു നിൻ വലം കൈയിൽ പെരുവിരൽ, വലം കൈയിൽ പെരുവിരൽ. കത്തിയെടുത്തു ഇമ ചിമ്മാതെ അറുത്തെടുത്തു.
right